വെൽക്കം ബാക്ക് ടു ലേണിനു. നമ്മൾ കീം 2024 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ടോക്കൺ ഫീ അടയ്ക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഫീസ് എത്രയാണ്, എങ്ങനെയാണ് അത് അടയ്ക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. എല്ലാ കോളേജിലും ഒരേപോലെ അല്ല ഈ ടോക്കൺ ഫീ വരിക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ വരുമ്പോൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അലോട്ട്മെന്റ് മെമ്മോ വരുമ്പോൾ അതിലുണ്ടാവും. അപ്പൊ ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, candidates who get allotment to government aided autonomous aided engineering colleges have to pay total fee to ensure their seats. നമ്മൾ നേരത്തെ ഫീസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ കോളേജിന്റെയും എത്രയാണ് ഫീസ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളിൽ 8,650 ആണ് പെർ ആനം വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കിട്ടുന്നവര് ആ ടോട്ടൽ ഫീസ് അടയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അതായിരിക്കും എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി കാൻഡിഡേറ്റ്സ് ഹു ഗെറ്റ് അലോട്ട്മെന്റ് ടു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, ഓട്ടോണോമസ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അതായത് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളും ഓട്ടോണോമസ് കോളേജുകളും, ഈ ഓട്ടോണോമസ് കോളേജും ഓട്ടോണോമസ് എയ്ഡഡ് കോളേജും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്ന ഓട്ടോണോമസ് കോളേജും പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടുന്നവര് 8,000 rupees ആണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഈ ടോക്കൺ ഫീ നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ പേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കാൻഡിഡേറ്റ്സ് അലോട്ടഡ് അണ്ടർ SC, ST, OEC കാറ്റഗറി, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസിൽ വരുന്നവർക്കും പ്രത്യേക ഗവൺമെന്റ് ഓർഡർ പ്രകാരം, ഈ പറഞ്ഞ ഓർഡർ പ്രകാരമുള്ളവർക്കും ഒക്കെ 500 rupees ആണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ഓക്കെ, അതേസമയം ഈ കാൻഡിഡേറ്റ്സിന് ഇപ്പൊ മാനേജ്മെന്റ് സീറ്റിലേക്കാണ്, ഇപ്പൊ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി രജിസ്റ്റേർഡ് സൊസൈറ്റി, രജിസ്റ്റേർഡ് ട്രസ്റ്റ്, കോട്ട, അങ്ങനെയുള്ള സീറ്റുകളിലേക്കാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരും 8,000 rupees തന്നെ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കണം. ഓക്കെ, അപ്പോ ഈ കാര്യം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളാണെന്നുണ്ടെങ്കിൽ അവര് ടോട്ടൽ ഫീ തന്നെയാണ് അടയ്ക്കേണ്ടി വരിക. അതും ഈ ഒരു 8,000 അറൗണ്ട് വരുന്ന ഒരു ഫീ തന്നെയാണ്. ബാക്കി നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലോ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലോ ഒക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 8,000 rupees ആയിരിക്കും ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം. അത് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ വരും, ഓൺലൈൻ ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും അടയ്ക്കാം. താങ്ക് യു.